നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കോളിഫ്ലവർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു അടിഭാഗം നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മളിത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾക്കിത് ഒരുപാട് ചെറുതായിട്ടല്ല വേണ്ടത്. ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആദ്യം വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ചെറിയ പീസായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏത് രീതിക്കാണ് ഇത് കട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്കൊക്കെ ഇത് കട്ട് ചെയ്യാൻ അറിയുമെന്ന് എനിക്കറിയാം. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇളം ചൂട് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു, അതിൻ്റെ മുകളിലേക്ക് ചൂടില്ലാത്ത വെള്ളം ഒഴിച്ചു, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ കീടങ്ങളുണ്ടെങ്കിലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇളം ചൂടുവെള്ളവും ഉപ്പും സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം അത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ആദ്യം ഈ ഒരു വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുക. പിന്നെ 2-3 പ്രാവശ്യം സാധാരണ വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഊറി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തന്നെ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു കോൺഫ്ലോറിന് പകരം മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു കളർ കിട്ടാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. സാധാരണ ജീരകത്തിൻ്റെ പൊടിയാണ്, പെരുംജീരകത്തിൻ്റെ അല്ല. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1 ടീസ്പൂണോളം തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒരുപാട് പുളിപ്പുള്ള തൈര് ഉപയോഗിക്കേണ്ട, നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. വെള്ളം ഒരിക്കലും ഒരുപാട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1/2 കപ്പ് വെള്ളം എടുത്തിരുന്നു. 1/4 കപ്പ് ആദ്യം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1/4 കപ്പ് അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരാം. വെള്ളം എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബാറ്റർ ലൂസായി പോകാൻ ഉള്ള സാധ്യതയുണ്ട്. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ബാറ്റർ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 1/2 കപ്പ് വെള്ളം 1 ടേബിൾ സ്പൂണും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നല്ല ചൂടായിട്ടുള്ള എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ചൂടായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടും. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു രീതിക്ക് പോറിങ് കൺസിസ്റ്റൻസിയിലുള്ള കൂട്ടാണ് വേണ്ടത്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് മാറിയെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. അതിനുശേഷം ഈ ഒരു കൂട്ടിൽ നല്ല പോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ എല്ലാ കോളിഫ്ലവറും ഇതുപോലെ നന്നായിട്ട് കോട്ടായിട്ട് വന്നോളും. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഓയിൽ നല്ല പോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പം ആ ഒരു പാത്രത്തിൽ കൊള്ളുന്നത്ര മാത്രം ഇട്ടാൽ മതി. ഒരുപാട് നിറച്ച് കുത്തി ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വെന്ത് വരിക. അതുപോലെ നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയുടെ ചൂട് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ എണ്ണയുടെ ചൂട് കുറയാതെ നോക്കണം.
അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിപ്പോൾ നോക്കൂ, ആ ഒരു കോളിഫ്ലവറൊക്കെ നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇപ്പം മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്കിതുപോലെ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ലപോലെ മൊരിച്ചെടുത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് ഇതുപോലെ എല്ലാം തന്നെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ടുണ്ടാവില്ല, പക്ഷേ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി ഇത് രണ്ടാമതും നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. നല്ല ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എണ്ണ. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന കോളിഫ്ലവർ ആയിരിക്കണം. ആ ഒരു കോളിഫ്ലവറൊക്കെ ഒരല്പം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ടാകും. അതിനുശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 30 സെക്കൻഡ് നേരത്തേക്കൊക്കെ ഫ്രൈ ചെയ്താൽ മതിയാകും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. എണ്ണ നല്ല ചൂടായിരിക്കണം. ജസ്റ്റ് ഒരു 30-45 സെക്കൻഡ് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളുടെ കോളിഫ്ലവർ ഇരിക്കുക. ഒട്ടും തന്നെ ആ ഒരു ക്രിസ്പിനെസ് പോവില്ല. ഇനി ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂട്ടാനായിട്ട് ഞാനിവിടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാനിൽ കുറച്ച് എണ്ണയെടുത്ത് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്യുക. ഇനി ഇത് ഒരുപാട് നേരം ഈ ഒരു എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഇതിൻ്റെ ക്രിസ്പിനെസ് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി, ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ അവസാനമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ തന്നെ പ്ലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ 65 ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാകുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.